ചൂട് പെപ്സിയോ പിന്നെ അവിടെ എന്തൊക്കെയോ ഇഞ്ചി പെപ്സി ഒക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങൾ ലൈസും സംഭവങ്ങളൊക്കെ ഉള്ളത് പെപ്സി ചൂട് പെപ്സിയാ ചായ തോന്നുന്നു അല്ലേ ബബിൾ ടീ ആണോ നീ നമുക്ക് ചോദിച്ചു നോക്കാം അത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലത്തെ സിയാനാണ് സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനേൻ്റെ ഓൾഡ് ക്യാപിറ്റൽ സിറ്റിയിലാണ് നമ്മളുള്ളത് അവിടുത്തെ സിയാനിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദയാന്ത നമ്മൾ കുറേ കാലമായിട്ട് സിയാനിൽ തന്നെ ഉണ്ട് പക്ഷേ നമ്മൾ ദയാന്തേൻ്റെ ഒരു വ്ളോഗായിട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നത് മുകളിൽ പോപ്പപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതിൽ നമ്മൾ ഒരു വില്ലേജിലോട്ട് പോയിട്ട് ചൈനീസ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയാണ് ട്രഡീഷണൽ വേയിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചൈനീസ് ന്യൂ ഇയർ ഏകദേശം ഒരു 10 ദിവസമാണ് വരുന്നത് ഈ ന്യൂ ഇയർ മറ്റേ ഇയർ ഓഫ് സ്നേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ദയാന്തയിലേക്ക് വന്നേക്കാണ് ദയാന്തയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ദയാന്ത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്രമാനം ക്രൗഡ് ഉണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ നമ്മൾ നേരെ ഇനി ഈ സൈഡിലോട്ട് കിടക്കാം ഇതാണ് ദയാന്തേൻ്റെ പഗോഡ വരുന്നത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് രാഹുൽ നമസ്കാരം രാഹുൽ ഹാപ്പി ന്യൂ ഇയർ സിനിയാൻ കോയല രാഹുലിന് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് കണ്ടപ്പോൾ രാഹുൽ സിംഗിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവരോട് രാഹുലിന് പറയാനുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ദയാന്തേൻ്റെ ഈ ഒരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് വരുന്നതാണ് ദയാന്ത പഗോഡ അപ്പോൾ ഈ പഗോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിസ്റ്ററി അറിയോ ഈ ദയാന്തേൻ്റെ പഗോഡനെ പറ്റി പേര് ബിഗ് ഗൂസ് പഗോഡ ആണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെയാണ് പക്ഷേ ബിഗ് ഗൂസ് പഗോഡ നമ്മുടെ താങ് ഡൈനാസ്റ്റിന്റെ സമയത്ത് ഉണ്ടാക്കിയ പഗോഡയാണ് ഇത് ഏതോ രാജാക്കന്മാര് അവരുടെ സംഭവം എന്താണെന്ന് അറിയോ ഇവിടെ ഒരു മനുഷ്യനുണ്ട് അയാളുടെ സ്റ്റാച്യു അപ്പുറത്തുണ്ട് അദ്ദേഹം ബുദ്ധമതത്തിന്റെ അദ്ദേഹമാണ് ചൈനയിലോട്ട് ബുദ്ധമതം കൊണ്ടുവന്നത് ബുദ്ധമതം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം നടന്നിട്ട് നമ്മുടെ നാട്ടിലെവിടെ എത്തിയിട്ടുണ്ട് ബുദ്ധേന്റെ അടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഗൈസ് നമ്മളതിനെ കാണാം പകോട കാണിച്ചിട്ട് എന്താ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആ ബുക്ക് മേടിച്ചിട്ട് പ്രവാചകൻ എന്നല്ലേ ഇതിന് പറയുക ആ ബുക്ക് മേടിച്ചിട്ട് അദ്ദേഹം നടന്നുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ മൊത്തം ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഉണ്ട് അത് കാണിച്ചു തരാം ഈ ഒരു സ്തൂപം ഉണ്ടാക്കിയേക്കണത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അദ്ദേഹം അന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്തൂപമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല ചൈനീസ് പ്രസിഡൻ്റൊക്കെ വന്ന സമയത്ത് അന്ന് അത് ഓപ്പൺ ആക്കിയിട്ട് അവരൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് പിന്നെ അത്ര വലിയ ഡീലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല അല്ലേ പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് മറ്റേ മോദി 2018-ലോ 19-ലോ ഇവിടെ വന്ന സമയത്ത് മോദിയും ഇവിടുത്തെ പ്രസിഡൻറ്റും കൂടിയിട്ട് അവർ ഇവിടെ നിന്ന് കൈ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കിട്ടുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നതാണ് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ മൊത്തം ഇങ്ങനെ ഒരു ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ ഹാൻഡ് ഫുഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ആൾക്കാർ ചുമ്മാ ഇത് ഒരു ട്രഡീഷണൽ ഒരു കൾച്ചറൽ സംഭവമായിട്ടാണ് ഇതിവിടെ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം കെട്ടി ഫോട്ടോ എടുക്കുന്നത് ഏകദേശം 200 യുവാൻ 300 യുവാനൊക്കെയാണ് ഇതിന് ചാർജ് വരുന്നത് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് നടന്നു നോക്കാം ആ മുകളിലത്തെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് താഴത്തോട്ട് വന്നേക്കാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ ക്രൗഡാണ് അല്ലെ തൃശ്ശൂർ പൂരത്തിന് പോയ കണക്കാണ് എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ് നിർത്തണേ ഇല്ല നമ്മൾ റൗണ്ടിൽ കൂടെ നടക്കണ പോലെ ഉണ്ട് ഇവിടെ ഫുള്ള് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ ടാങ്കർ വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് വല്ല നമ്മൾ GTAയിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയല്ലേ ആർമർ വെഹിക്കിളാണ് അതിൻ്റെ മുകളിലൊരു അപ്പാപ്പനൊന്നല്ല സോറി പോലീസ് മാമൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് നമ്മളിനി എന്ത് ചെയ്യുന്നു നമ്മളിനി ഈ ക്രൗഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഈ ക്രൗഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് കയറി നോക്കാം നമുക്ക് നടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം വ്യത്യസ്തമായി കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൗഡുള്ള ഒരു സ്ഥലത്ത് ഫുള്ളി കൺട്രോൾഡ് ബൈ പോലീസാണ് ഒരാൾ പോലും അടി ഉണ്ടാക്കാനോ ഇല്ല വെച്ചെങ്കിൽ ലൈൻ മാറിയിട്ട് പോകാനോ അങ്ങനത്തെ ഒരു സംഭവമില്ല എല്ലായിടത്തും പ്രോപ്പറായിട്ട് അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ബാക്കിൽ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കേൾക്കാം ആ അനൗൺസ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാവരും ഫുൾ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് ഒരു രീതിക്കും അലമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു ജനത്തിനെ നമുക്ക് നാട്ടിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നോർമലായിട്ട് വരുമ്പോഴൊന്നും ഇത് കാണാറില്ല ഇത് ഇപ്പോൾ ഒരു പുതിയ സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാളിൻ്റെ അവിടേക്ക് ലൈറ്റ് വെച്ചിട്ട് അതിലേക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു ഈ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 200 യുവാൻ 300 യുവാൻസ് വരും നാട്ടിലത്തെ ഏകദേശം 3000-4000 രൂപ ആ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ ഫുള്ള് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്രൗഡിൽ നിന്ന് അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദയാന്തേനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നിൽക്കുന്ന അദ്ദേഹത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അപ്പോഴേക്കും രാഹുലിൻ്റെ ഫാൻസൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് രാഹുലിന് വേണ്ടിയിട്ട് നമ്മുടെ മൈക്ക് കൈമാറാം രാഹുൽ ഇതിനെ പറ്റിയിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇനി രാഹുൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ട്സ് നമ്മളിവിടെ കാണുന്നത് ഇത് ഈ സ്റ്റാച്ചു ആണ് നമ്മുടെ ഷ്വേ സാങ് ഇവരാണ് നമുക്ക് ചൈനയിലേക്ക് ബുദ്ധിസം കൊണ്ടുവന്നത് ഇന്ത്യയിൽ
ഈ സിൽക്ക് റൂട്ട് വഴിയാണ് നമ്മുടെ ചൈനയിലേക്ക് ബുദ്ധിസവും കുറേ ആർട്ടിഫാക്ട്സും ഗുഡ്സും ഇങ്ങനെ സിൽക്ക് റൂട്ടിൽ കൂടി സ്പൈസസും നമ്മുടെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയും ചൈനയും തമ്മിൽ സിൽക്ക് റൂട്ടിൽ കൂടിയാണ് ബിൽഡ് ആയിരിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ ഈ ചൈനയിൽ ഫുൾ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തത്. ഇവർ ട്രാൻസ്ലേറ്റർ ആയിരുന്നു, ഒരു ചൈനീസ് സ്കോളർ ആയിരുന്നു. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പോലെ. ഈ ചൈനയിൽ നമ്മുടെ ദയാൻത പഗോഡ കാണില്ലേ, ഇവരുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ താങ് ഡൈനാസ്റ്റിൻ്റെ കിങ്സ് 562 AD പണിതത്. ഈ ബിൽഡിംഗ് 5 നിലയുള്ള ബിൽഡിംഗ് ആയിരുന്നു. അതായിട്ട് അവർ ഈ 2 ബിൽഡിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 നിലയും കൂടി ആഡ് ചെയ്ത ബിൽഡിംഗ് ആണിത്. ഈ ബിൽഡിങ്ങിൻ്റെ സമയത്ത് പണിത് കഴിഞ്ഞിട്ട് കുറേ എർത്ത് ക്വേക്സ്, കുറേ നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ ആയിരുന്നു. ആ ബിൽഡിംഗ് ഒരു കുഴപ്പമില്ലാണ്ട് നിന്ന സമയമാണിത്. ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ദയാൻ പഗോഡ ട്രഡീഷണൽ ചൈനീസ് ആർക്കിടെക്ചറാണ്. ഇത് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും ഈ പഗോഡ പോലത്തെ ഷേപ്പ്. ഷിയാനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പഗോഡയാണ് ഇമ്പോർട്ടൻറ്റ് സാധനം. എല്ലാ ഐസ്ക്രീം തൊട്ട് ചോക്ലേറ്റ് തൊട്ട് എല്ലാ ഐക്കോൺസും ദയാൻ പഗോഡേൻ്റെ ബേസിസിലാണ് പണിതേക്കുന്നത്. മോസ്റ്റ്ലി ഇവിടെ കാണാൻ പറ്റുന്ന എല്ലാം ഈ സെൻറ്റർ പീസ് ദയാൻ പഗോഡേനെ സറൗണ്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പറ്റുന്ന കുറേ സാധനമുണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ് ഈ ദയാൻ പഗോഡ. സിൽക്ക് റൂട്ടിൻ്റെ എൻട്രൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് തുടങ്ങുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ്റെ ത്രൂ ടർക്കി വരെ പോകുന്ന സാധനം സിൽക്ക് റൂട്ടാണ്. സോ മെനി കൺട്രീസ് ജോയിൻഡ് ബൈ ദിസ് സിൽക്ക് റൂട്ട് സ്റ്റാർട്ടിങ് ഹിയർ അറ്റ് ഷിയാൻ. താങ്ക് യു രാഹുൽ. നമുക്ക് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത രാഹുലിന് വളരെയധികം നന്ദി. രാഹുലിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടെ നിന്ന് തിരക്കിലൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ള ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണുള്ളത് നോക്കി നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫുൾ തിരക്കാണ് ഗൈസ്. ഫുൾ തിരക്ക്, എല്ലായിടത്തും തിരക്ക്. കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറേ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും. സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരേ ഫുഡ് ഐറ്റംസ് ആണ് ഇത്. നമ്മുടെ സിയാൻ്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം. അപ്പോൾ അവിടെ യോയു എന്ന് പറഞ്ഞ സ്ക്വിഡാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, റുജമോ ഉണ്ട്. റുജമോ എന്ന് പറഞ്ഞാൽ ബൺ, ബീഫ് സ്റ്റഫ്ഡ് ബൺ. ആ ഒരു ബർഗർ പോലെ, ചൈനീസ് ബർഗർ എന്ന് വേണമെന്ന് പറയാം. പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് വാങ് സ്പെയർ സൂപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇനി അപ്പുറത്ത് എന്തൊക്കെയാണ് ബാക്കിയുള്ളതും നമുക്ക് നോക്കി നോക്കാം. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് ചെറിയ ഫുഡ് സ്റ്റോൾസ് ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ മങ്കി കിങ് ഒക്കെ ഇരിപ്പുണ്ട്. മങ്കി കിങ്ങിൻ്റെ ഒക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാം. സുൻബുക്കും നമുക്കൊരു KFC ഉണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയോ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, അപ്പുറത്ത് വേറെ ഒരു ജ്യൂസ് കടയും ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. ടാറ്റ കാണിക്കണതാണ് നമ്മുടെ റോബോട്ട് കുട്ടൻ. ഈ റോബോട്ട് കുട്ടൻ നമ്മൾ ഇതിൽ ഏത് ഐസ്ക്രീമാണോ വേണ്ടത് ആ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോബോട്ട് കുട്ടൻ ഐസ്ക്രീം ഉണ്ടാക്കി തരുന്നതാണ്. കോൺടാക്ട്ലെസ് സർവീസാണ് സംഭവം വരുന്നത്. ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കിയതിന് ശേഷം ഈ സംഭവത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം തരും. പക്ഷേ ഇന്ന് നമുക്ക് ആകെ 2 ഫ്ലേവറേ ഉള്ളൂ. അത് കാരണം ആൾക്കാർ അധികം ഒന്നും മേടിക്കുന്നില്ല. നമ്മുടെ റോബോട്ട് കുട്ടൻ. അവർ ഐസ്ക്രീം മേടിക്കുന്നുണ്ടോ? വേണ്ട, അതെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത്. ഇവിടെ കുറേ രീതിക്കുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇത് കോഴി വറുത്തതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. ഇവിടെ ഏതൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഹാൻഡ് ഫുഡ് ഇട്ട് വേറൊരു കുട്ടി നിൽക്കുന്നുണ്ട്. എന്താ മോളെ കഴിച്ചുകൊണ്ടിരിക്കണേ? ഇവിടെ കോഴി പൊരിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അത് സാധനം ഇത് റൈസ് കേക്ക് അങ്ങനെ എന്തോ സാധനമല്ലേ. ഇത് തീരെ ടേസ്റ്റ് ഇല്ല. ഇത് നമ്മുടെ മുസ്ലിം സ്ട്രീറ്റിലെ മെയിൻ സാധനം. കണ്ടു കഴിഞ്ഞാൽ കളർ കണ്ടിട്ട് നമ്മൾ മേടിക്കും, പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ ടേസ്റ്റ് ഉള്ള സാധനം ഗൈസ്, നമ്മൾ ടേസ്റ്റ് ഉള്ള സാധനം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊളി സാധനം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം. അതൊക്കെ നിങ്ങൾ സിയാനിൽ അല്ലെങ്കിൽ ചൈനയിൽ എവിടെ വന്നാലും നിങ്ങൾ കഴിക്കണം. അല്ലാണ്ട് ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ചുമ്മാ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഇതും എന്തോ ഒരു മോള് പോലത്തെ എന്തോ ഐറ്റം. ഇതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു മോളുകളുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കാണുക ഹാൻഡ് ഫുഡ് സ്റ്റോറുകളുണ്ടാവും. പിന്നെ കുറേ മദ്യത്തിൻ്റെ കടകളുണ്ടാവും. ഈ ബൈജു എന്ന് പറയുന്നത് ഇവരുടെ ചൈനീസ് പട്ടച്ചാരത്തിൻ്റെ കട ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചുള്ള ഒത്തൻറ്റിക്കായിട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ വലിയ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ അണ്ണൻ്റെ വണ്ടി, പോലീസ് മാമൻ്റെ വണ്ടി. എല്ലായിടത്തും ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നു തോന്നുന്നു. പിന്നെ അപ്പുറത്തേക്ക് വന്ന് എന്താ ഉള്ളത്, ഇവിടെ കുറച്ച് സൊവീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞ് സൊവീനിയേഴ്സ് കാണാൻ നല്ല രസമുള്ള പാവക്കുട്ടികളൊക്കെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട്. മേടിക്കുന്നുണ്ടോ? 40 യുവാൻ. പിന്തോതോലി നോക്കിക്കഴിഞ്ഞാൽ 10 യുവാൻ. ടെറാക്കോട്ട വാരിയർ ഫാന്റാസ്റ്റിക് നൈറ്റ് എന്ന് എന്തൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറി നോക്കാം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ മങ്കി കിങ് ഉണ്ട്. മങ്കി കിങ് ട്രാൻസ്ഫോമറായിട്ട് ക്രോസ് ചെയ്ത ഏതൊരു ഐറ്റം വന്നു കേട്ടോ. റോബോട്ടിക്, ഇത് മോഡേൺ മങ്കി കിങ് ആണ് ഇവിടെ ഉള്ളത്.
നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ എന്തായാലും എഴുതിക്കുന്നു നമ്മുടെ ട്രാൻസ്ഫോമർ വിത്ത് മങ്കി കിങ് ക്രോസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തല്ലത് ചുമ്മാ ഓരോ എക്സിബിഷൻ ഹാള് പോലത്തെ സാധനങ്ങളും പിന്നെ ഓരോ സൊവിനിയർ ഐറ്റംസും അങ്ങനത്തെ ഓരോ സംഭവങ്ങളായിരിക്കും ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുക. റൂക്കോ എൻട്രൻസ് ഇവിടെ ഒരുവിധം സ്ഥലത്തൊന്നും മെയിനായിട്ട് നമ്മൾ കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കുറേ സ്ഥലത്തൊന്നും തിരക്ക് കൂടിയോണ്ട് അവരെല്ലാം ഫ്രീ ആക്കി കൊടുത്തേക്കണ്. താഴെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്രൗഡാണ്, അവിടെ ക്യൂ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തില്ല. അത് VR വെച്ചിട്ട് നമുക്ക് ടെറാക്കോട്ടേനെ മൊത്തം കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിനി പുറത്തേക്ക് പോവാം. അതായത് നമ്മളിവിടെ നടന്ന് നേരെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സ്ഥലമാണിത്. ഇവിടെയൊക്കെ ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര സൗണ്ട് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഇപ്പോൾ സൈലൻ്റായി, അപ്പോൾ ഫുള്ള് ഇവിടെ താഴ്ന്ന് ഫൗണ്ടൈൻ പൊന്തുന്നില്ല. ഇനി ഇവിടെ സൗണ്ട് കൂടും തോറും ആൾക്കാർ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഫൗണ്ടൈൻ പൊന്തുന്നതാണ്. എന്താണ് പൊന്തുന്നില്ലല്ലോ. എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കലാണ് ഇവിടെ. ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വെള്ളം പൊന്തിക്കുന്ന ഒരു സ്പെഷ്യൽ സെൻസറൊക്കെ വെച്ചിട്ട് ഇതാക്കുന്നതാണ്. ഇത് ഇവനൊക്കെ വൻ ഒച്ചപ്പാടാണ് കേട്ടോ. രാവിലെ നീ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. ഇനി ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ നടക്കണേ അനുസരിച്ചിട്ട് സെൻസ് ചെയ്തിട്ട് ലൈറ്റ് എത്തുന്ന വെറുതെ ഒരു സംഭവം എന്തെല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ. ഇതേപോലെ ഒരു പിയാനോ ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ നടക്കുന്നോ അതിനനുസരിച്ചിട്ട് ഓരോ സൗണ്ടും ഉണ്ടാവും, ലൈറ്റും കത്തും. ആൾക്കാർ ഫുൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ കുറേ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് മെയിനായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെ ദയാന്ത താങ് മോളോ അങ്ങനെ എന്തോ ആണ് ഈ സംഭവത്തിന് പറയുന്നത്. ഈ ഒരു റോഡിൻ്റെ മൊത്തം, അതായത് ആ തെറ്റം തൊട്ടിട്ട് ഈ തെറ്റം വരെ നമുക്ക് ഇങ്ങനെ നടക്കാം. കുറേ ഷോപ്പുകളുണ്ടാവും. അതേപോലെ KFC, ബർഗർ കിങ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്. ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ കുറേ സ്റ്റോറുകളും സാധനങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. കളർഫുൾ ആയിട്ടുള്ള എന്തെല്ലോ സൊവിനിയേഴ്സൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇവിടെ നോക്കൂ ഗൈസ്, എന്ത് സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇവിടെ പെപ്സീൻ്റെ എന്തോ ഷോപ്പുണ്ട്. പെപ്സീൻ്റെ ഷോപ്പിൽ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട് എന്തെല്ലാം ഉണ്ടല്ലോ പെപ്സീൻ്റെ ഷോപ്പിൽ. കയറി നോക്കിയല്ലോ. ഇപ്പം വലിയൊരു പെപ്സി കുപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ പെപ്സിയോ? എന്തൊരു ടവറോ? ഹലോ നീഹാ. ചൂടുള്ള പെപ്സിയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ചൂടുള്ള ഓപ്ഷനും ഉണ്ട്, തണുപ്പുള്ള നോർമൽ പെപ്സി ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ചൂടുള്ള പെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇഞ്ചി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചൈനീസ് സ്റ്റൈലിലാണ് ഇവർ ഈ പെപ്സി കൊടുക്കുന്നത്. നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. നാട്ടിൽ പെപ്സിയൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ പറയും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരിക്കലും ചൂടാക്കിയിട്ട് കുടിക്കരുത്, ഇതാണെന്നിട്ട്. ചൈനയിൽ എന്തും നടക്കും. ചൂടുള്ള ഫുഡ് പ്ലാസ്റ്റിക്കിൽ കൊടുക്കും, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതാക്കിയിട്ട് തരും. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. അവിടെ ആൾ പെപ്സി എടുത്തിട്ട് ആ ബാരലിലോട്ട് ഒഴിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 20 യുവാനാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഇത്രയും മാത്രമേ നമുക്ക് പെപ്സി ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ 2 സ്നാക്സും വെച്ചിട്ടുണ്ട്. 2 പച്ചലൈസാട്ടോ വെച്ചേക്കണത്. അപ്പോൾ ഇനി നമുക്ക് രാഹുലിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. രാഹുൽ, ഒരു ഇഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. നല്ല സ്വാദുണ്ടോ? എങ്ങനെയുണ്ട്? കില്ലർ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നാട്ടിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു. ചൂട് പെപ്സി വിത്ത് ഇഞ്ചി ഒഴിക്കുന്നു. ചൂടാക്കി ഒഴിക്കുന്നു. അശീശിളവാന വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പെപ്സി പിന്നെ അതേപോലെ ഇഞ്ചിയും. നാട്ടിലിറക്കൂ ഗൈസ്. നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്, നാട്ടിലിറക്കണം കേട്ടോ. പെപ്സി ഇടുക, ഇഞ്ചി ഇടുക, തിളപ്പിക്കുക, പൊടിക്കുക. എല്ലാവരും പവറായിരിക്കുന്നുണ്ട്. രാവിലെയൊക്കെ പവറായിട്ട് കെട്ടിപ്പിടിച്ച് പോകുന്നുണ്ട് ആ സാധനത്തിന്. പിള്ളേരൊക്കെ വന്ന് സെൽഫി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഫാൻസ്, രാഹുൽ ഫാൻസ് അസോസിയേഷൻ, സിയാൻ ഗൈസ്. വേറൊരു സംഭവം, അൺഅറ്റൻഡഡ് കൺവീനിയൻസ് സ്റ്റോർ. ഇവിടെ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ആദ്യം WeChat QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ട് അപ്പുറത്തേക്ക് കയറുക. നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ എടുക്കുക. സാധനം എടുത്ത് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുക. നമ്മുടെ WeChat നേരെ പൈസ കിട്ടിയിട്ട് ആയിക്കോളും. എത്രയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ WeChat അക്കൗണ്ടിൽ നിന്ന് നേരെ ഡിഡക്റ്റ് ആവും. അദ്ദേഹം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്.
അത് എന്തൊക്കെയോ സാധനം മേടിക്കാനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചീപ്പാണ് തോന്നുന്നു അല്ലേ? ബാക്കിയുള്ള സാധനത്തിനെ വെച്ച് നോക്കുമ്പോൾ പുറത്തുനിന്ന് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ചീപ്പാണ്. കാരണം ഒരു സെയിൽസ് പേഴ്സൻ്റെ ആവശ്യമില്ല, കാഷ്യറിൻ്റെ ആവശ്യമില്ല, ഒന്നും തന്നെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് സാധനം എടുക്കുക, നേരെ പുറത്തേക്ക് ഇറങ്ങാം. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഐസ്ക്രീം കടയല്ല ഗൈസ്, ഇതേ ചക്ക വരട്ടിയതാ തോന്നുന്നു കേട്ടോ. ചക്ക വരട്ടിയതാണ്. ഡേറ്റ്സ് ഒക്കെ ഞാവൽപ്പഴമെല്ലാം അതന്നെ സ്വീറ്റ് ഡിഷ് ആണെന്ന് തോന്നുന്നു. സ്വീറ്റ് ഡിഷാണ്. അവിടെ ഫേസ് കാണിച്ച് പേ ചെയ്യുന്നു. ചൈന വേറെ തന്നെ മൂടാ. നമുക്കൊരു ഇതിൻ്റെ ആവശ്യമില്ല, ക്യാഷ് എടുക്കേണ്ട ആവശ്യമില്ല, കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഫേസ് കാണിച്ച് പേ ചെയ്യുക, കൈ കാണിച്ച് പേ ചെയ്യാം, എന്തും അങ്ങനെയല്ലേ. നമുക്ക് ഫേസ് ഉണ്ട്, പാമുണ്ട്, പാം പേയ്മെൻറ്റും ഉണ്ട്. പിന്നെ ഫോണിൽ QR കോഡ് വെച്ചിട്ടുള്ള നോർമൽ പേയ്മെൻറ്റ്. കാറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതെന്താ? പൂച്ചക്കാലൊന്നും അല്ല അത്. ശിഷ്യമ്മതാ ജീറോമാ. ആ ചിക്കനാണ്, പൂച്ചയല്ലേ. പൂച്ചേൻ്റെ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. പൂച്ച ഇറച്ചിയാണെന്ന് വിചാരിച്ച് രാഹുൽ ഒരു കടയിൽ കയറി ചോദിക്കുന്നു, എന്താണ് അവിടെ ഇറച്ചി? ചിക്കൻ. ഇനി അടുത്ത് എന്തുണ്ട് ഇവിടെ? ഒക്ടോപസ് ബോൾസ് ഇരിക്കുന്നുണ്ട്, നീരാളി. പിന്നെ ഇത് ഒരു പേരൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ. ഹലോ നീ ഓക്കെ ഏതൊക്കെ ഭാഷ? ജാപ്പനീസ് അല്ലേ? ജാപ്പനീസ് ഒക്കെ സംസാരിക്കുന്നത്. ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള സിയാൻ്റെ എന്തോ ഒരു ഡ്രിങ്കാണ് ഈ സംഭവം വരുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടൊക്കെ നമ്മൾ ഹെൽത്തി ഡ്രിങ്കാണ് ഇത് വരുന്നത്. ഇത് അല്ലാണ്ട് കോള, ഇതും ഹെൽത്തി ഡ്രിങ്കാണ്. ഇഞ്ചിട്ട ഹെൽത്തി ഡ്രിങ്ക്, ഇതും ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ഞാൻ കോല. ഇതാണ് റൂജാമോ വരുന്നത്. വലിയൊരു ബണ്ണെടുക്കുക, ബണ്ണിൻ്റെ ഉള്ളിൽ ഇതാക്കുക, ഈ പോർക്കിനെ ഇങ്ങനെ വേവിച്ച് സെറ്റാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് കഴിക്കണതാണ് റൂജാമോ. പിന്നെ റൂജാമോ കഴിക്കണം വേണ്ട. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? ഇത് നമ്മുടെ സ്വീറ്റ് ക്യാൻഡി. ഇതിന് ചൈനീസിൽ എന്തായിരുന്നു? താങ്കുലു. അതെ, ഓരോ ഫ്രൂട്ട്സിനെ എടുത്ത് ഫ്രോസൺ ആക്കിയിട്ടാണ് തോന്നുന്നു അല്ലേ? അതിന് ഷുഗർ ക്യാൻഡി ഇട്ടിട്ട് ഒഴിപ്പിച്ച് പിന്നെ അത് കട്ടിയാക്കിയിട്ട് കഴിക്കണതാണ് ഈ സംഭവം. ഇവിടെ സ്ട്രോബെറി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവും. ഓറഞ്ച്, പിന്നെ അവിടെ എന്തൊക്കെയോ വേറെ എന്തെല്ലാം സാധനങ്ങളും, മുന്തിരിയും. സ്പെഷ്യൽ ജൗസ് ഇരിപ്പുന്നുണ്ട്. ജൗസ് എന്ന് പറഞ്ഞാൽ ഡംപ്ലിങ്സ്. ഇത് പിന്നെ നമ്മുടെ കവറോ ബീഫും സാധനങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ചിക്കാണ്, ബാബിക്യൂ. പിന്നെ പൊട്ടറ്റോൻ്റെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏതോ ഒരു കിരീടം വെച്ചൊരുത്തം പോകുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളത്? അമ്മച്ചി ക്ലീനാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചൈന നോക്കൂ, ഇവിടെ നിലത്ത് മൊത്തം ഇത്രയും ക്രൗഡ് കിടക്കുന്നുണ്ട്. എന്ത് ക്ലീനാണ് നോക്കൂ. ഇത്രയും ക്രൗഡ് കിടന്നിട്ട് ഇവിടെ ആൾക്കാർ അത്രയും രീതിക്ക് ക്ലീൻലിനെസ് ഒക്കെ നോക്കുന്നുണ്ട്. എന്താ ഇവിടെ മീറ്റ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾസാ ഉണ്ടോ? ആ, മീറ്റ് വെച്ചിട്ടുള്ള എന്തൊക്കെയോ സാധനം വെച്ചിട്ടുള്ള റോളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ഇത് മറ്റേ സംഭവമാടാ. ഇത് പോർക്ക് ഇട്ടിട്ട് പോർക്കിനെ ഫ്രൈ ചെയ്തിട്ട് എന്തൊക്കെയോ സംഭവം ചെയ്തിട്ട് സ്പൈസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ഇതിങ്ങനെയാണ് നമുക്ക് ഡ്രൈ ആയിട്ടും കഴിക്കാൻ പറ്റണത്. അവിടെ ലെറ്റ്യൂസ് ഒക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. 25 yuan for 120 grams അതാണ് വരുന്നത്. നമുക്ക് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തത്. എന്താണ് നീ ഒന്നും ഫുഡ് കഴിക്കാത്തത്? എന്തുകൊണ്ട് നീ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കില്ല? ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് വരുന്നു. കാരണം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായതുകൊണ്ട് ഫുഡിന് നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഇനി ഇവിടെ എന്തൊക്കെയുള്ളത്? നമ്മൾ കാണുന്ന ഓരോ 10 meters പോലീസ് മാമന്മാർ നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും പോലീസാണ്. സേഫ്റ്റി ഫുൾ സേഫ്റ്റിയാണ് ചൈന. പുതിയൊരു സംഭവം കണ്ടതാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഈ ഹാൻഡ് ഫുൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തരുന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി ഫോട്ടോ കൊടുക്കുക. ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ AI വെച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളതിന് ഈ ഒരു ഏത് മോഡലിൽ വേണമെന്ന് നമ്മളതിനെ ആക്കി തരും. ആക്കി തന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ പ്രിൻറ്റ് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ആകെ ഇതിൻ്റെ ഒരു ഫോട്ടോൻ്റെ റേറ്റ് വരുന്നത് 29.9 yuan ആണ്. അപ്പോൾ ഇതാണ് ചീപ്പ്. കഷ്ടപ്പെട്ട് ഹാൻഡ് ഫുഡ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടപ്പെട്ട് ഹാൻഡ് ഫുഡ് ആരും ഇടണ്ട. ഇനി വന്നിട്ട് നല്ല ഗംഭീര ഫോട്ടോ. 30 yuan ഗംഭീര ഫോട്ടോ കിട്ടും. മറ്റേ ഹാൻഡ് ഫുഡ് ആനായിട്ട് 300 രൂപ കൊടുക്കണം. അതായത് 10 ഇരട്ടി എടുത്താലാണ് കഷ്ടപ്പെട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ മേക്കപ്പും സാധനങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം സംഭവം ചെയ്യാനായിട്ട്. ഇവിടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുക. കുട്ടീൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നമുക്ക് AI റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്ത കുട്ടീൻ്റെ ഫോട്ടോ ആണ് അത്. ഇപ്പോഴത്തെ കുട്ടീൻ്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഇപ്പോൾ ആ കുട്ടി ഇവിടെ ഫേസ് കാണിച്ച് ചുമ്മാ എടുത്ത ഫോട്ടോൻ്റെ വെറൈറ്റി മോഡൽസാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ AI വന്നു കഴിഞ്ഞാൽ ജോലി പോവോ ഇല്ലേ എന്നുള്ളതിൻ്റെ വലിയ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചൈനയിൽ ഈ കണ്ട വെൻഡിങ് മെഷീൻ. ചെറിയ ഇത്ര പോകുന്ന വെൻഡിങ് മെഷീനിൽ ഹാൻഡ് ഫൂ വിൽക്കുന്ന കടകൾ, ഹാൻഡ് ഫൂ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ, അതേപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്, ഈ 3 ആൾക്കാരുടെയും അത് ഇവിടുത്തെ വലിയൊരു ബിസിനസ്സാണ് കേട്ടോ. ഈ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൂറിസ്റ്റും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം. എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷേ ഈ ഒരു സെക്ഷനിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഹാൻഡ് ഫൂ മേക്കപ്പ് ഇടണ്ട, കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നടക്കണ്ട, ആ സംഭവങ്ങളൊന്നും വേണ്ട. അതായത് 3, 4, 5 സ്ഥലത്തേക്കൊന്നും പോയിട്ട് ഫോട്ടോ എടുക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ 30 യുവാൻസ് കൊടുത്തിട്ട് അവർ ഷിയാനിലെ ബെൽ ടവറും ദയാന്തയും ഒരുവിധം എല്ലാ മെയിൻ സ്ഥലത്ത് നിന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ AI സെറ്റ് ചെയ്തിട്ട് തരുന്നു. എന്ത് പറയാനാണല്ലേ, AI ഈസ് ക്രേസ്. ചൈന വൻ രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിലും. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല ഗൈസ്. പിള്ളേരൊക്കെ ഇവിടെ ഒരേ കളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അമർത്തുക, അപ്പോൾ അപ്പുറത്തു നിന്ന് ആൾക്കാരെ അമർത്തും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ ചവിട്ടി കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചവിട്ടി കൊടുക്കുക, അപ്പുറത്തു നിന്ന് അമർത്തും. എന്ത് കുട്ടി പോയിട്ട് അപ്പാപ്പ വരെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹാപ്പിനെസ് ഓവർലോഡ് ഫോർ എവരിവൺ. അവിടെ എഴുതിയിട്ടുണ്ട് ചവിട്ടരുത്, കൂടുതൽ ആൾക്കാർ നിൽക്കരുത് എന്നൊക്കെ. അത് കേൾക്കില്ല, എല്ലാവരും ഒരേ കളി തന്നെ ഇവിടെ. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇവിടെ നിന്ന് ഒരുത്തും തട്ടുന്നു, അപ്പുറത്തു നിന്ന് ഒരുത്തും തട്ടുന്നു. വൈകോ നീ കഴി ഷോയിങ് വന്മാ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം. അതെ, ഞാൻ കോയല ഫോട്ടോ നിന്നോ, അമ്മച്ചി ഫോട്ടോ എടുക്കുന്നുണ്ട്. ദയാന്തേൻ്റെ ഒരു കോർണർ വരുന്നുണ്ട്. ഇനി അപ്പുറത്തെ വേറൊരു കോർണറും കൂടി ഉണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം അടയ്ക്കുന്ന, അതായത് ഫുള്ളായിട്ടുണ്ടാവും. ഇവിടെ ചെറിയൊരു ഫൗണ്ടൈനാണുള്ളത്. അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഫൗണ്ടൈൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ദയാന്തേൻ്റെ ഒരു എൻട്രൻസ് ആണ്. ഇനി അപ്പുറത്ത് കൂടെ വേറെ എൻട്രൻസ്, അതായത് 4 ഏരിയയിലോട്ടും ഇതിങ്ങനെ എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാൻഡ് ഫുഡ് ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുടെ ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ് നമ്മൾ പറഞ്ഞല്ലോ. ഫോട്ടോ ക്ലിയർ അല്ലേ, ഇങ്ങനെയാണ് ഫോട്ടോ വരുന്നത്. അവർ ഫോട്ടോ എടുത്ത് തരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഹാൻഡ് ഫുഡ് ഇട്ടുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. വന്നോട് കൂടിയിട്ട് ഈ ജോലിയൊക്കെ പോകുന്ന തോന്നുന്നു ഇവിടെ ആൾക്കാരുടെ. നമ്മൾ അവസാനം തിരിച്ച് നടന്ന് സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ ഗൈസ്, ഇവിടെ എത്രമാനം തിരക്കുണ്ടെന്ന്. ഇപ്പം സമയം ഏകദേശം രാത്രി 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാച്ചിൽ സമയം 10:30 ആയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ ക്രൗഡ് നോക്കൂ, ഇത്രയും മാനം ജനങ്ങളാണ് ഇവിടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടാണ് ഇത്രയും ക്രൗഡ് ഉള്ളത്. നോർമലായാലും ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടെങ്കിലും ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്താണ് ക്രൗഡ് കൂടുതൽ. നമ്മുടെ ഈ ദയാന്തേൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചൈനയിലെ ക്രൗഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേറെ ഒരു പ്രശ്നമില്ല, എല്ലാം സേഫാണ്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ചൈനയിലെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേവരെ ഒരു മലയാളി ട്രാവൽ ബ്ലോഗേഴ്സും കാണിക്കാത്തൊരു സ്ഥലത്തേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. സൂൺ ആ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്. See you next time. Bye.